പരിശുദ്ധമായ റമദാൻ ഷരീഫ് കടന്നു വന്നാൽ ധാരാളം ആളുകൾ 1, 2, 3 പ്രാവശ്യമൊക്കെ ഖുർആൻ ഖത്തമുകൾ തീർക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഖുർആൻ ഓതുമ്പോൾ നാം പാലിക്കേണ്ട 20 സുന്നത്തായ കാര്യങ്ങളുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? നോമ്പായിട്ടാർക്കും ക്ഷീണമൊന്നുമില്ലല്ലോ. അള്ളാഹു എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടുകൂടെ നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പറഞ്ഞവരൊക്കെ കമന്റിൽ ഒന്ന് എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനു ഷരീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഖുർആനിനെ അള്ളാഹു ഇറക്കിയത് റമദാനു ഷരീഫിലാണ്. അത് ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ റമദാനു ഷരീഫിലാണ് അള്ളാഹു ഖുർആനിനെ ഇറക്കപ്പെട്ടത്. അപ്പൊ റമദാനു ഷരീഫ് വന്നാൽ ധാരാളം ആളുകൾ 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ഖുർആൻ ഖത്തമുകൾ തീർക്കുന്ന ആളുകളുണ്ട്. 15 പ്രാവശ്യമൊക്കെ ഖത്തമ് തീർക്കുന്ന ആളുകളുണ്ട്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഖത്തം തീർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 20 സുന്നത്തായ കാര്യങ്ങളുമാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ ഖുർആൻ ഓതി കഴിഞ്ഞാൽ മുലാഅഫത്തുൽ അജ്ർ, ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. സാധാരണ മാസങ്ങളിൽ നമ്മൾ ഓതുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും റമദാൻ ഷരീഫില് ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഖത്തം ഓതിയ ശേഷം നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടുകയില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കും. ഖുർആൻ മുഴുവനായി ഖത്തം തീർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത്, ഇത് റഹ്മത്തിന്റെ 10 എന്നാൽ ഖത്തം തീർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് നൽകി നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കും. ആയിരക്കണക്കിന് മലക്കുകൾ നമ്മൾക്ക് പൊറുക്കലിനെ ചോദിക്കുന്ന പറയുന്നത്. ഖത്തം തീർത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് എത്ര മലക്കുകളുണ്ട്, ആ മലക്കുകള് നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ്. മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കും. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന ലഭിക്കും. ജീവിതത്തിൽ സമാധാനവും സന്തോഷം ഉണ്ടാകും. ഖുർആൻ ഓതുന്ന വീട്ടിൽ റാഹത്ത് ഉണ്ടാകുന്ന പറയുന്നത്. അവിടെ സക്കീനത്ത് ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകൂല. അള്ളാഹു ഓതാല്ല ഭാഗ്യം നൽകട്ടെ. എന്നാൽ ഖത്തം തീർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഖത്തം തീർക്കല് പകലിന്റെ ആദ്യത്തിലോ പകലിന്റെ അവസാനത്തിലോ ആയിരിക്കുക എന്നുള്ളത് പ്രത്യേകം മഹാന്മാര് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പകലിന്റെ ആദ്യത്തില് നമ്മൾ ഖത്തം തീർത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ മലക്കുകൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. പകലിന്റെ അവസാനത്തിൽ നമ്മൾ ഖത്തം തീർത്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ രാവിലെ വരെ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. അപ്പൊ നമ്മള് ഖുർആൻ ഓതി ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് അവസാനത്തെ സൂറത്ത് ഓതല് പകലിന്റെ ആദ്യത്തിലാവുക, അതല്ലെങ്കിൽ പകലിന്റെ അവസാനത്തിലാക്കുക.
അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ പ്രത്യേകം പുണ്യം ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തം തീർക്കുമ്പോൾ നോമ്പുണ്ടായിരിക്കൽ പ്രത്യേകം പുണ്യമുണ്ട്. റമദാൻ മാസത്തിൽ പിന്നെ അത് പറയേണ്ടതില്ല. കാരണം റമദാൻ മാസത്തിൽ എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്ന ആളുകളായതുകൊണ്ട് അത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. നോമ്പല്ലാത്ത സമയത്ത്, റമദാൻ അല്ലാത്ത സമയത്ത് നമ്മൾ ഖത്തം തീർക്കുന്നുണ്ടെങ്കിൽ ഖത്തം അവസാനിപ്പിക്കുന്ന ആ ദിവസം നോമ്പെടുക്കുക, ഒരു സുന്നത്ത് നോമ്പ് പിടിക്കൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഖത്തം തീർക്കുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ വിളിച്ചു കൂട്ടുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഖത്തം തീർക്കുന്ന സമയത്ത് ഖുർആനോദി മുഴുവനാക്കുന്ന ആ ദിവസം കുടുംബക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്, അവിടെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഖത്തം തീർത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം. വെറുതെ അങ്ങനെ റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് ഖുർആൻ അടച്ച് അടുക്കളയിൽ പോകാതെ, ഷോപ്പിങ്ങിന് പോകാതെ, മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം തിരിക്കാതെ ഖത്തം തീർത്ത ഉടനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുസ്തജാബ്, പ്രത്യേകം അള്ളാഹു ദുആക്ക് ഇജാബത്ത് നൽകും. ആ സമയത്തെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല 4000 മലക്കുകൾ നമ്മളുടെ ആമീൻ പറയുന്നുള്ളതാണ്. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി 4000 മലക്കുകൾ ആമീൻ പറയും. അപ്പൊ ഖത്തം തീർത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ഖത്തം തീർത്തു കഴിഞ്ഞാൽ അടുത്ത ഖത്തം തുടങ്ങി വെക്കണം. നമ്മൾ അവസാനത്തെ സൂറത്ത് ഓതി പരിശുദ്ധ ഖുർആൻ അടച്ചു വെക്കാതെ ഫാത്തിഹ സൂറത്ത്, അതുപോലെ തന്നെ അൽ ബഖറ സൂറത്ത് തുടങ്ങി വെക്കുക എന്നുള്ളത് പ്രത്യേകം പുണ്യമാണ്. അങ്ങനെ ചെയ്യണം എന്നാണ് മഹാന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഖത്തം തീർക്കുന്ന സമയത്ത് സാവധാനത്തിൽ പാരായണം ചെയ്യുക. റമദാനല്ലേ, എനിക്കൊരു 30 ഖത്തൊക്കെ തീർക്കണം, എനിക്കൊരു 15 ഖത്തമൊക്കെ തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് പോലെ അടിച്ചുവിടാൻ പറ്റൂല. തറാവീഹ് ചില ആളുകൾ അങ്ങനെ നിസ്കരിക്കുക. എന്റെ പ്രിയമുള്ളവരെ, സാവധാനത്തിലാണ് ഖുർആൻ ഓതേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. തജ്വീദിന്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അക്ഷരങ്ങൾ എങ്ങനെ പറയണമെന്ന് 3ാം ക്ലാസ് മുതൽ നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് ഖുർആൻ ഓതേണ്ടത്. അല്ലാതെ എനിക്കൊരു 15 ഖത്തം തീർക്കണം, എന്റെ അയൽവാസി എന്നോട് ചോദിക്കുമ്പോ ഞാൻ 15 ഖത്തം തീർത്തു എന്ന് എനിക്ക് പറയണം എന്ന നിനക്ക് നോൺ സ്റ്റോപ്പ് പോലെ അങ്ങ് അടിച്ചു വിട്ടാൽ നിനക്ക് ശിക്ഷ ലഭിക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. അതുകൊണ്ട് സാവധാനത്തിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഓതേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത്. നല്ല മനസ്സോട് ഓതണം. 10 ആളുകൾ കാണണം, അല്ലെങ്കിൽ 10 ആളുകളോട് പറയണം ഞാൻ 30 ഖത്തം തീർത്തു. ആ നിലക്കാരും ഖുർആൻ ഓതണ്ട. നല്ല മനസ്സോടെ ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അള്ളാഹു എനിക്ക് തന്നതാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഖുർആൻ ഓതുന്നത് എന്നുള്ള നല്ല മനസ്സോടെയാണ് ഖുർആൻ ഓതേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നല്ല നിയ്യത്ത് കൊണ്ടാണ്, നല്ല ഉദ്ദേശമുണ്ടെങ്കിലേ അള്ളാഹു എല്ലാ അമലുകളും സ്വീകരിക്കൂ എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മനസ്സോടെ, നിഷ്കളങ്ക മനസ്സോടെ ഖുർആൻ ഓതുക. അള്ളാഹു അതിനുള്ള മനസ്സ് നൽകട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തായ കാര്യങ്ങളുണ്ട്. പല ആളുകളും പരിശുദ്ധ ഖുർആൻ കാണാതെ ഓതാറുണ്ട്. യാസീൻ കാണാതെ അറിയുന്ന ആളുകൾ കാണാതെ ഓതാറുണ്ട്. സൂറത്തുൽ വാഖിയ കാണാതെ അറിയുന്ന ആളുകൾ കാണാതെ ഓതാറുണ്ട്. അങ്ങനെ കാണാതെ ഖുർആൻ ഓതുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കല് പ്രത്യേകം സുന്നത്താണ്. ഖുർആൻ പിടിക്കാനും ഖുർആനെ തൊടാനും ഖുർആൻ മറിക്കാനും ഒക്കെ വുളു നിർബന്ധമാണ്. പക്ഷേ ഖുർആൻ ഓതാൻ വുളു സുന്നത്താണ്. അപ്പൊ കാണാതെ ഓതുകയാണെങ്കിലും പ്രത്യേകം ഒന്ന് വുളു എടുക്കുക, അത് ശക്തിയായ സുന്നത്താണ്. അതുപോലെ 2ാമത്തെ സുന്നത്ത് മിസ്വാക്ക് ചെയ്യുക. ഖുർആൻ ഓതുമ്പോ വായൊക്കെ ശുദ്ധിയാക്കണം, പല്ല് തേക്കുക. അതുപോലെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഖുർആന ഓതുന്നത്, പത്രം വായിക്കല്ല, അള്ളാന്റെ ഗ്രന്ഥമാണ്, അള്ളാന്റെ കലാമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. കിബിലയിലേക്ക് മുന്നിടുക, അത് പ്രത്യേകം സുന്നത്താണ്. ഖുർആൻ ഓതുമ്പോ കിബിലയിലേക്ക് മുന്നിടുക. അതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം ഖുർആൻ ഓതുമ്പോ, അല്ലെങ്കിൽ പിശാചുക്കള് നമ്മളെ വന്ന് പേപ്പിക്കുമെന്നുള്ളതാണ്. ബിസ്മി ചൊല്ലുക,
ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ പിന്നെ ബിസ്മി ഓതൽ നിർബന്ധമാണ്. കാരണം ഫാത്തിഹ സൂറത്തിൽ ബിസ്മി പെട്ടിട്ടുണ്ട്. ബിസ്മി അടക്കാണ് ഫാത്തിഹ സൂറത്ത്. മറ്റുള്ള സൂറത്തുകൾ ഓതുമ്പോ ബിസ്മി ഓതണം. തൗബ സൂറത്ത് ഓതുന്ന സമയത്ത് ഔദ് ഓതിയാ മതി, ബിസ്മി ഓതണ്ട. എന്താ അതിന്റെ കാരണം? റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. സൂറത്ത് തൗബ ഓതിയ സമയത്ത് റസൂലുള്ള ബിസ്മി ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് നമ്മളും ചെല്ലണ്ട എന്നുള്ളതാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാവധാനത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ സാവധാനത്തിൽ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഖുർആൻ ഓതേണ്ടത്. തജ്വീദിന്റെ നിയമം പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മണിക്കേണ്ട സ്ഥലത്ത് മണിക്കുക, നീട്ടേണ്ട സമയത്ത് നീട്ടുക. അല്ലാതെ അടിച്ചുവിട്ട് ഖുർആൻ ഓതരുതേ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷയുണ്ടാകും. അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടും. ഖുർആനെ സമീപിക്കേണ്ടത്, ഖുർആൻ ഓതേണ്ടത് ഭയഭക്തിയോടുകൂടെയാണ്. അല്ലാതെ പത്രം വായിക്കുന്ന ആ രൂപത്തിൽ ഖുർആനുമായി സമീപിക്കരുത്. ഭക്തിയോടുകൂടെ അള്ളാഹുവിന്റെ കലാമാണ് എന്ന നിലക്കാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അത് സുന്നത്താണ്. നല്ല ഭംഗിയിലാണ് ഖുർആൻ ഓതേണ്ടത്. ഖുർആൻ ഓതാൻ ഒരു ശൈലിയുണ്ട്, പത്രം വായിക്കാൻ വേറൊരു ശൈലിയാണ്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ വേറെ ശൈലിയുണ്ട്. അപ്പൊ പത്രം വായിക്കുന്നത് പോലെ, മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ ഖുർആൻ വായിക്കരുത്. ഖുർആൻ നല്ല ഭംഗിയോടെ ഓതുക. നിങ്ങൾക്ക് അള്ളാഹു എത്രത്തോളം ശൈലി തന്നിട്ടുണ്ടോ ആ ശൈലിയിൽ പരിശുദ്ധ ഖുർആൻ ഓതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന സമയത്ത് ഇടക്കിടക്ക് സംസാരിക്കുക. ചില ആളുകൾ അങ്ങനെയാണ്, ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാതും സംസാരിക്കാണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തൊക്കെ സുഖം തന്നെയല്ലേ? ചായ കുടിച്ചോ? ഓള അങ്ങനെ തന്നെയാണ്. ഓളെ സ്വഭാവം തന്നെ ശരിയല്ല. പിന്നെ ഓതും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അമ്മായിമല്ലേ? അമ്മായിമ്മ വല്ലാത്ത സാധനം തന്നെ കേട്ടോ. ഓൾ എല്ലാ സമയത്തും ബാഗ് തൂങ്ങിട്ട് അങ്ങോട്ടൊക്കെ പോകാട്ടോ. അർറഹ്മാനിർ റഹീം. അങ്ങനെ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഖുർആന ഓതുന്നത് ലോകത്ത് ഏറ്റവും വലിയ ഗ്രന്ഥം, ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ അങ്ങനെയാണോ സമീപിക്കേണ്ടത്? ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ വർത്താനം പറയാൻ പറ്റുമോ? ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ നമ്മൾ അനാവശ്യമായി സംസാരിക്കുന്നതിനുണ്ടെങ്കിൽ ഖുർആന്റെ മധുരം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഖുർആനിന്റെ ആ മധുരം, ആ മാധുര്യം ലഭിക്കാത്തതിന്റെ പേരിലാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഖുർആനെ ബഹുമാനിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഖുർആൻ ഉയർന്ന സ്ഥലത്ത് വെക്കണം. ചില ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഖുർആൻ വെക്ക പാടില്ല, അത് അദബ് കേടാണ്. ഉയർന്ന സ്ഥലത്താണ് ഖുർആൻ വെക്കേണ്ടത്. ഖുർആൻ ഓതിയ ശേഷം മടക്കി വെച്ച് വേഗം ജോലിക്ക് തിരിയാതെ അല്പം ദുആ ചെയ്യുക, അത് പ്രത്യേകം സുന്നത്താണ്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തി, ഖുർആൻ കാണുമ്പോൾ എണീറ്റ് നിൽക്കൽ സുന്നത്താണ്. ഉസ്താദുമാരെ കാണുമ്പോ, വലിയവരെ കാണുമ്പോ, മാതാപിതാക്കളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. അതിനേക്കാൾ ഖുർആനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇത് മഹാന്മാര് രേഖപ്പെടുത്തിയതാണ്. അതുപോലെ ഖുർആനെ ചുംബിക്കുക. നമ്മൾ ചെറിയ കുട്ടികളെ ചുംബിക്കൂലേ, അതിനേക്കാൾ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഖുർആനെ ചുംബിക്കല് പ്രത്യേകം സുന്നത്തുണ്ട്. ചുംബിക്കുന്ന സമയത്ത് തുപ്പൽ ഖുർആനിലാകുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്തും പല ആളുകളും തുപ്പല് ഖുർആനിലേക്ക് ആക്കാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആനിലേക്ക് ഒരിക്കലും തുപ്പലാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആനുമ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക. അത്ര തേച്ചു കൊടുക്കുക. ഉൾഭാഗത്ത് തേച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉൾഭാഗമൊക്കെ ആകെ കേടുവന്നു പോകും. പുറം ഭാഗത്ത് അത്ര തേച്ചു കൊടുക്കുക. ഖുർആൻ എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടാവണം, നല്ല സ്മെല്ല് ഖുർആനിൽ നിന്ന് അടിച്ചു വീശണം. അതുകൊണ്ട് അത്ര തേച്ചു കൊടുക്കൽ സുന്നത്താണ്. ഖുർആനിലേക്ക് നോക്കുക, അത് പ്രത്യേകം സുന്നത്തുണ്ട്. നമുക്കിപ്പോ കാണാതെ ഖുർആൻ അറിയാമെങ്കിലും ഖുർആൻ ഒന്ന് എടുത്ത് മറിച്ചു നോക്കുക. ഖുർആനിലേക്ക് നോക്കി അതിൽ പ്രത്യേകം സുന്നത്ത് എന്ന് പറയുന്നത്. നോക്കിയാൽ കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിക്കുമെന്നൊക്കെ തഅവ ഉസ്താദിനെ പോലത്തെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ. അതുപോലെ ഖുർആൻ ചെറിയ കുട്ടികളെ കയ്യിൽ കൊടുക്കരുത്. പ്രത്യേകിച്ച് സുന്നത്ത് കയ്യിലാണ് കഴിയാത്ത കുട്ടികൾ ഉണ്ടാകും. അതുപോലെ ഉളൂടുക്കാത്ത കുട്ടികൾ ഉണ്ടാകും. കളിക്കുന്ന ചെറിയ കുട്ടികളായിരിക്കും. സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കാൻ വേണ്ടി, റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചെറിയ ചെറിയ കുട്ടികളുടെ കയ്യിൽ ഖുർആൻ കൊടുക്കാറുണ്ട്. പാടില്ല, അത് അദബുകേടാണ്. പഠനാവശ്യത്തിന് വേണ്ടിയാണ് കുട്ടികൾക്ക് ഖുർആൻ കൊടുക്കാൻ പറ്റുള്ളൂ. അനക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ ഖുർആൻ കൊടുക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയാണ്. കഅബയിലേക്ക് പോകുന്നത്, ഹജ്ജിനും ഉംറക്കും പോകുന്നത് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബിൽ കുറെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഹജ്ജിനും ഉംറക്കും പോവുക.
എന്നിട്ട് കഅബന്റെ അടുത്ത് നിന്നിട്ട് സെൽഫി എടുക്കുക, കഅബന്റെ അടുത്ത് നിന്നിട്ട് റീൽസ് എടുക്കുക. അള്ളാഹു കാക്കട്ടെ. എന്തജ്ജ എന്ത് ഉംറ നിനക്ക് മനസ്സിലാകുന്നില്ല, എന്ത് ഖുർആനോത്താണ് നിനക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പബ്ലിസിറ്റി അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പബ്ലിസിറ്റി അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നതേ അല്ലാഹ് ഇഷ്ടപ്പെടുന്നുള്ളൂ. മഹ്ശറയിൽ ചെന്നുകൊണ്ട് അള്ളാഹിനോട് പറയും, ഞാൻ ഹജ്ജ് ചെയ്തിക്കുന്നു, ഞാൻ ഉംറ ചെയ്തിക്കുന്നു, ഞാൻ ഖുർആൻ ഓദിക്കുന്നു. അള്ളാഹ് ചോദിക്കും, ഇത് ആര് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്? ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ? ജനങ്ങൾ അടുക്കലേക്ക് പോയിക്കോന്ന് അള്ളാഹ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും നാളെ മഹ്ശറയിൽ. അള്ളാഹു കാക്കട്ടെ. അതുപോലെ തന്നെ ഖുർആനിന്റെ നേരെ കാല് നീട്ടാൻ പാടില്ല. അത് അദബുകേടാണ്. പരിശുദ്ധ ഖുർആനാണത്. മാതാപിതാക്കൾക്ക് നേരെ തന്നെ കാലിട്ടാൻ പാടില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന പുസ്തകങ്ങൾക്ക് നേരെ കാല് നീട്ടാൻ പാടില്ല. അപ്പൊ പിന്നെ ഖുർആന്റെ വിഷയം പറയേണ്ടതില്ലല്ലോ, അത് അള്ളാന്റെ ഗ്രന്ഥമാണ്. അപ്പൊ ഖുർആന്റെ നേരെ ആരും കാല് നീട്ടരുതേ. 20ാമത്തത്, എല്ലാ ദിവസവും ഖുർആൻ ഓതുക. റമളാൻ ദിവസം വരുമ്പോ മാത്രം ഖുർആൻ ഓതിയാ പോരാ. ശഅബാൻ മാസം വരുമ്പോ, ബറാത്ത് രാവ് വരുമ്പോ മാത്രം ഖുർആൻ ഓതിയാ പോരാ. എല്ലാ ദിവസവും ഖുർആനുമായി ബന്ധപ്പെടണം. അങ്ങനെയായിരുന്നു സഹാബത്തെ കിറാം. അപ്പൊ ഉസ്താദ്, ഞങ്ങൾക്ക് ഒരുപാട് തിരക്കുകളാണ്, ജോലിക്ക് പോകണം, ബിസിനസ് ഉണ്ട്, കുട്ടികളെ കാര്യം നോക്കണം, വീടിന്റെ കാര്യം നോക്കണം, എങ്ങനെ ഇപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ ഖുർആൻ ഓതുക? എന്റെ പ്രിയമുള്ളവരെ, നമ്മളെക്കാൾ വേദനകളും വിഷമങ്ങളും ത്യാഗങ്ങളും സഹിച്ചവരാണ് സഹാബിമാര്. ആ സഹാബിമാരുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും പരിശുദ്ധ ഖുർആൻ ഓതാത്തത് ഉണ്ടായിട്ടില്ല എന്ന് മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. എത്ര പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സഹാബിമാരാണ്. അതുപോലെ തന്നെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി രാവിലെ എണീറ്റുകൊണ്ട് കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊടുന്ന് അത് അങ്ങാടിയിൽ വന്ന് വിറ്റ് ആ പൈസ കൊണ്ടാണ് മക്കളെ സംരക്ഷിക്കുന്നത്. അത്രയും പ്രയാസം സഹിച്ച് ജീവിച്ച സഹാബിമാർക്ക് പോലും ഒരൊറ്റ ദിവസവും ഖുർആൻ ഓതാത്തത് ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് എന്ത് തിരക്കാ? ഇനി നമുക്ക് തിരുമ്പാന് വാഷിംഗ് മെഷീൻ ഉണ്ട്, പല ആളുകളെ വീട്ടിലും ജോലിക്കാരുണ്ട്, പല ആളുകൾക്കും ഇന്ന് സഹായിക്കാൻ മരുമക്കളുണ്ട്, അമ്മായിമ്മ ഉണ്ട്, അമ്മോശുണ്ട്, ഇളയച്ചുണ്ട്, മൂത്തച്ചുണ്ട്. ഇതൊക്കെ ഉണ്ടേ, ഇതൊക്കെ സഹായികളാണ്. എന്നിട്ട് നമുക്ക് തിരക്കാത്തരെ, സമയമില്ലത്തരെ. എന്ത് സമയമില്ല? അള്ളാഹു കാക്കട്ടെ. നമുക്ക് സമയം ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത്. ആ സമയത്ത് മലക്കിനോട് നമ്മൾ പറയുമത്രേ, നമ്മൾ ചിന്തിക്കുമത്രേ, എനിക്ക് അല്പം കൂടെ സമയം തന്നിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കും, ഞാൻ ഖുർആൻ ഓതും, ഞാൻ ദിക്ർ ചൊല്ലും, ഞാൻ ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യും, ഒരു നോമ്പ് ഞാൻ ഖളാ ആക്കൂല, ഒരു നിസ്കാരം ഞാൻ ഖളാ ആക്കൂല എന്ന് പറയുന്ന സമയമാണ് മരണസമയമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണം എത്തുന്നതിന്റെ മുമ്പ്, അസ്റായിൽ നിന്റെ മുമ്പിലേക്ക് വരുന്നതിന്റെ മുമ്പ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. നല്ല നല്ല ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. അസ്റായിൽ എങ്ങാനും നിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടൂല, ഒരിക്കലും രക്ഷപ്പെടൂല. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.